മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഖബറിന്റെ അവസ്ഥകൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ആ ഖബറിൽ മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി ഉണ്ടാകുമോ, സംസാരിക്കാൻ നാവിന് ചലനശേഷി ഉണ്ടാകുമോ എന്ന് പ്രവാചകനോട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, തീർച്ചയായും നിങ്ങളുടെ നാവിന് ശേഷിയുണ്ടാകും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നബിയേ, എങ്കിൽ മലക്കുകൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ എന്നെ ചോദ്യം ചോദിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുമ്പോ ഈ കവി എന്റെ ബാല്യകാലത്ത് പിതാവിനോടൊരു ചോദ്യം ചോദിച്ചു. ആ സ്മരണ ഇവിറക്കുകയാണ്. എന്താണ് ബാല്യകാലത്തിൽ പിതാവിനോട് ചോദിച്ച ചോദ്യം? അച്ഛനോടന്നു ഞാൻ ചോദിച്ചു, ഭൂമി തന്നറ്റമെവിടെയാണെത്തുമോ കാണുവാൻ. അച്ഛനോടന്നു ഞാൻ ചോദിച്ചു, ഭൂമി തന്നറ്റമെവിടെയാണെത്തുമോ കാണുവാൻ. അർത്ഥം പിടികിട്ടിയില്ലെനിക്കെങ്കിലും അച്ഛനെന്നുത്തരം ചെന്നതോർക്കുന്നു ഞാൻ. അർത്ഥം പിടികിട്ടിയില്ലെനിക്കെങ്കിലും അച്ഛനെന്നുത്തരം ചെന്നതോർക്കുന്നു ഞാൻ. ഭൂമി ചുരുങ്ങി ചുരുങ്ങിയൊരാറടിയായി വരും, അത് തന്നെയാണ് അച്ഛനും. എന്റെ ബാല്യകാലത്തിൽ പിതാവിനോട് ചോദിച്ച ചോദ്യം, പിതാവേ, ഈ ഭൂമിയുടെ അറ്റം എവിടെയാണ്, എനിക്കൊന്ന് കാണിച്ചു തരുമോ? അന്ന് ബുദ്ധിക്ക് വലിയ വികാസമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അന്ന് പിതാവ് ഒരു മറുപടി പറഞ്ഞു, ഭൂമി ചുരുങ്ങി ചുരുങ്ങി ഒരാറടിയായി നിനക്ക് അനുഭവപ്പെടുന്നൊരവസ്ഥ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഒരു കവിത വായിച്ചപ്പോൾ ഈ വിനീതന്റെ ബുദ്ധിയിൽ ഉദിച്ചു ഒരു പക്ഷേ ഈ കവിയുടെ ഭാവന. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട, ഞാനും നിങ്ങളും ആദ്യമായി കണ്ടുമുട്ടേണ്ട അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖബറ്, ബർസഖി ജീവിതത്തിന്റെ കവാടം, പ്രഥമ കവാടം, പ്രഥമ ഭവനം എന്ന് പറഞ്ഞ ആ ഖബറായിരിക്കാം ഒരു പക്ഷേ. ആ ഖബറിലേക്ക് പോകേണ്ടവരാണ്. ജനാസകൾ താങ്ങിയെടുത്തുകൊണ്ട് നമ്മൾ പോകാറുണ്ട്. ഉപ്പാന്റെ ജനാസയാണെങ്കിലും ഉമ്മാന്റെ ജനാസയാണെങ്കിലും താങ്ങിയെടുത്ത് തൗഹീദിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ജനാസ ചുമലുകളിലേക്ക്, ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ഉളിയത്തിൽ ജനാസത്തു യഹ്തമലഹൽ റിജാലു അലാ അഅനാഖിഹിം. ഒരാൾ മരണപ്പെട്ടാൽ ആ ജനാസ താങ്ങിയെടുത്ത് പുരുഷന്മാര് പള്ളിക്കാട്ടിലേക്ക് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. ഫഇൻ കാനതു സാലിഹത്തൻ, ആ ജനാസ സൽക്കർമ്മം ചെയ്തവനാണെങ്കിൽ, ആ ജനാസ ജീവിതത്തിലെ സുഹൃതങ്ങളെ കൊണ്ട് ജീവിതത്തെ അലങ്കരിച്ചവരാണെങ്കിൽ, കാലത്ത് ആ ജനാസ പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഈ നാശം പിടിച്ച, ഈ ശാപം കൊണ്ട് ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിൽ നിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകുമോ? സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കാണിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കാണുകയാണ്, സ്വർഗത്തിന്റെ സുഖലോലുപത കാണുകയാണ്. അത് കണ്ടുകൊണ്ട് ഈ ജനാസ വിളിച്ചു പറയുമത്രേ, ഖദ്ദിമൂനി ഖദ്ദിമൂനി. എന്തിനാ നിങ്ങൾ എന്നെ ചിന്തിക്കുന്നത്? എന്തിനാ വിദേശത്തുനിന്ന് മകൻ വരാറുണ്ടെന്ന് പറഞ്ഞ് എന്തിനാണ് ഇവിടെ എന്നെ നിങ്ങൾ ദുനിയാവിലിട്ട് ശിക്ഷിക്കുന്നത്? എന്തിനാ? പ്രിയമുള്ളവരെ, ഇന്ന് വാപ്പ മരണപ്പെട്ടാൽ ജീവിതകാലത്ത് വാപ്പാക്കൊരു ഉപകാരവുമില്ലാത്ത, വാപ്പ പറഞ്ഞാൽ കേൾക്കാത്ത, വാപ്പയോട് സ്നേഹമില്ലാത്ത, പിതാവിനോട് സ്നേഹമില്ലാത്ത മകൻ, അവൻ ദുനിയാവിന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി വിദേശത്ത് പോയിട്ട് വർഷങ്ങൾ എത്രയായി, എന്നിട്ട് പോലും പിതാവിനെ ഒന്ന് നോക്കാൻ, പിതാവിനെ ഒന്ന് വിളിക്കാൻ, കാര്യങ്ങൾ അന്വേഷിക്കാൻ മനസ്സ് കാണിക്കാത്ത മകൻ പിതാവ് മരണപ്പെടുന്നു എന്ന് കേൾക്കുമ്പോ ആ പിതാവിനെ കാണണമെന്ന അഭിപ്രായം പറഞ്ഞിട്ട് 1-2 ദിവസം ഇവിടെ ഫ്രീസറിൽ വെച്ചുകൊണ്ട് ആ പിതാവിനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ മുതലല്ല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുത്തിട്ട് പിതാവിനെ പറഞ്ഞയക്കുമ്പോ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ടാകരുത്. എന്റെ പ്രിയമുള്ളവരെ, പിതാവിനോട് സ്നേഹമുള്ള മകനാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാപ്പാന്റെ ഖബറിൽ കൊണ്ടുപോയി വാപ്പാന്റെ ഖബർ
കബറടക്കിക്കോ, എന്റെ പിതാവിന് വേണ്ടി ഞാൻ ഇവിടെ ദുആ ചെയ്യാമെന്ന് പറഞ്ഞ് സമാധാനത്തോടെ അവന്റെ നാട്ടിലേക്ക് വരട്ടെ. അതല്ലാതെ പിതാവിനെ കാണണമെന്ന് വാശി പിടിച്ച് 1-2 ദിവസങ്ങൾ ഇവിടെ മൊബൈൽ നേർച്ചറിയിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പുകൊണ്ട് ആ പിതാവിനെ ശിക്ഷ അനുഭവിച്ചിട്ടാണ് കബറിലേക്ക് പറഞ്ഞു വിടുന്നതെങ്കിൽ ഇത് മക്കളെ പിതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ? മക്കളെ പിതാവിനോട് ചെയ്യുന്ന, മരണപ്പെട്ട ബന്ധുമിത്രാദികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ? പ്രിയമുള്ളവരെ, കൊണ്ടുപോകുന്ന ജനാസ ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്തവരാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുമോ? ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ ഞാനൊന്ന് ആസ്വദിക്കട്ടെ, ആ സ്വർഗത്തിലേക്ക് ഞാനൊന്ന് പാറിപ്പറക്കട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങളെന്നെ കൊണ്ടുപോകൂ, നിങ്ങളെന്നെ കൊണ്ടുപോകൂ എന്ന് ജനാസ പറയുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിക്കാത്ത മനുഷ്യനായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ ധിക്കരിച്ചവനാണ്, പ്രവാചകന്റെ കൽപ്പനകൾ എതിർത്ത് നടന്നവരാണെങ്കിൽ, ആ ജനാസ താങ്ങിയെടുത്ത് ജനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ജനാസ വിലപിക്കും, ജനാസ പൊട്ടിക്കരയുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. ഈ ജനാസ വിളിച്ചു പറയുമത്രേ, യാ വൈലഹാ ഐന തദ്ഹബൂൻ, എന്റെ നാശമേ, എന്റെ ശാപമേ, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? കാരണം അവൻ കാണുന്നത് നരകത്തിന്റെ കവാടങ്ങളെ തുറക്കപ്പെടുകയാ, നരകത്തിന്റെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെയാണ് അവൻ കാണുന്നത്. ആ നരകത്തിന്റെ തീഷ്ണമായ ചൂട്, ആ ചൂട് കാറ്റാണ് അവൻ ശ്വസിക്കുന്നത്. ആ നരകത്തിന്റെ ഭീവത്സമായ ഭയാനകരമായ ശിക്ഷകളുടെ സാമ്പിൾ അവന്റെ മുന്നിൽ പ്രദർശിക്കപ്പെടുമ്പോ അവൻ പറയും, എന്റെ നാശമേ, എന്റെ നാശമേ, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ആ ജനാസ പൊട്ടിക്കറിയുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, വാപ്പാന്റെ ജനാസയും വന്നിട്ട് അങ്ങനൊന്നും കേട്ടില്ലല്ലോ. എന്റെ ഉമ്മാന്റെ ജനാസ കൊണ്ടുപോയിട്ട് അങ്ങനൊരു വിലാപം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഭാര്യയുടെ ജനാസ താങ്ങിയെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി കബറടക്കം ചെയ്യുന്നതുവരെ എന്റെ ഭാര്യയുടെ വിലാപം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനൊന്നുണ്ടോ എന്ന് സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. ഈ മനുഷ്യന്റെ അട്ടഹാസം, ഈ മയ്യത്തിന്റെ വിലാപം, ഈ മയ്യത്തിന്റെ തേങ്ങിക്കരച്ചിലും പൊട്ടിക്കരച്ചിലും, ഈ മയ്യത്തിന്റെ വിലാപങ്ങൾ മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങൾക്കും കേൾക്കാൻ കഴിയുന്നതാ. നാൽക്കാലികൾക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നതാ. ഖബറിന്റെ അദാബിന്റെ ശബ്ദങ്ങള്, മർദ്ദന താണ്ഡവ പീഡനങ്ങളുടെ, മയ്യത്തിന് ഖബറിൽ കിടന്ന് ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുന്നതിന്റെ ആ ശബ്ദങ്ങൾ നാൽക്കാലികൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എത്ര പള്ളിക്കാടുകളിലാണ് ഞാനും നിങ്ങളും മേയാൻ വേണ്ടി കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന നാൽക്കാലികള് ചില സമയത്ത് വാവിട്ട് കരയാറില്ലേ, ചില സമയത്ത് കയറുമെത്തിക്കാറില്ലേ, ചില സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വെപ്രാണം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ കബറാളിയുടെ ശിക്ഷയുടെ ശബ്ദം, ആ കബറാളിയുടെ അട്ടഹാസം, ദീനരോധനം നാൽക്കാലികൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ലോകത്തിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ഇത് മനുഷ്യന് മാത്രം കേൾക്കാൻ കഴിയില്ല, മനുഷ്യന്റെ കാതുകളിൽ നിന്ന്, മനുഷ്യന്റെ ശ്രവണപുടങ്ങളിൽ നിന്ന് അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാ. അങ്ങനെങ്ങാനും ആ മയ്യത്തിന്റെ വിലാപം, കബറാളിയുടെ അട്ടഹാസവും ദീനരോധനവും ഏതെങ്കിലും ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലൗ സമിഅഹു ലസഇകാ, ആ ശബ്ദം കേട്ട് അവൻ ബോധരഹിതനായി നിലത്ത് വീണുപോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. പക്ഷേ മനുഷ്യന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ, വാപ്പാന്റെ ജനാസ കൊണ്ടുപോകുമ്പോ വാപ്പ വിളിച്ചു പറയുന്നു, ജനാസ വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുക?
ഈ വാപ്പാന്റെ നിലവിളി കേട്ടിട്ട് സ്നേഹമുള്ള ഏത് മകനാ ജനാസ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ കഴിയുന്നത്? മക്കളെ വിലപിക്കുമ്പോ മക്കളുടെ വിലാപം കേൾക്കുന്ന പിതാവിനെങ്ങനെ ആ പൊന്നുമോന്റെ ജനാസ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, അങ്ങനെ മനുഷ്യന്റെ ശ്രവണപുടങ്ങൾക്ക് മയ്യത്തിന്റെ വിലാപം കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ജനാസയും ഒരു പള്ളിക്കാട്ടിലും കൊണ്ടുപോയി അടക്കം ചെയ്യുമായിരുന്നില്ല. കാരണം അതിനുള്ള മനസ്സ് വരൂല.